അപ്പതാ മക്കളെ എല്ലാരും ചോദിച്ചതിനുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കണേ. അപ്പൊ ഇവിടെ എല്ലാരും ചോദിക്കാറ് എന്താണ് ക്ഷീണിക്കണേ അതെ. അപ്പൊ അമ്മു പറഞ്ഞു, ചിലവരൊക്കെ പറഞ്ഞു വിറ്റാമിൻ ഡിന്റെ കുറവുണ്ടാവും. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ പോയി. കുറവുണ്ട്, 15 ഉള്ളു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വിറ്റാമിൻ ഡി കഴിക്കുന്നുണ്ട് ഗുളിക. അത് പിന്നെ ഡോക്ടർ പറഞ്ഞു, കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഗുളിക ഒരാഴ്ചയിൽ ഒരു ദിവസം കഴിച്ചാൽ മതി. അങ്ങനെ 4 ആഴ്ചക്കോ അത് തന്നിട്ടുണ്ട് ആ ഗുളിക. പിന്നെ എനിക്ക് എന്നാലും ഇങ്ങനെ കയ്യും കാലും വഴിയാ ഒന്നാമത് ഉറക്കല്ല. അത് എന്താന്ന് ചോദിച്ചാൽ അറിയാം, എല്ലാവരോടും ഞാൻ പറയാറുണ്ട് ഉറക്കല്ല. എല്ലാരും പറയണ്ടത് എന്താ മുത്തശ്ശി ഒന്ന് ഡോക്ടറെ കാണിക്കൂ, ഭയങ്കര ക്ഷീണിച്ചിരിക്കണ്ടല്ലോ. വിചാരിക്കണം എന്താ വെച്ചാൽ മുത്തശ്ശി കൂടുതൽ പണിയെടുക്കണം, അതുകൊണ്ടാണ് ക്ഷീണം എന്ന് വിചാരിക്കണം. പക്ഷെ മുത്തശ്ശി പണ്ടും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോ പ്രകൃതി ഓരോ പ്രായമായി വരുമ്പോ നമുക്ക് ഇങ്ങനെ ചിലരാ പറഞ്ഞ പാരമ്പര്യ അധികം പ്രായമാകുമ്പോ തടിയുള്ളവരൊന്നും അല്ല, എന്നാലും അസുഖങ്ങളൊന്നും അധികമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഞാൻ ഡോക്ടറെ കാണിച്ചേക്ക് എല്ലാരും പറയുമ്പോ അപ്പൊ നമ്മള് കഴിഞ്ഞ തടിച്ച് കാണുന്ന മോഹമൊക്കെ ഉണ്ടായി. അയ്യോ അല്ല ഞങ്ങളെ തടി തരാൻ പറ്റുന്ന. അതെ, എന്നാ പിന്നെ നമ്മള് വണ്ടേ കൊടുക്കുമായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ. പിന്നെ നമ്മള് കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടായിരുന്നു മുത്തശ്ശിയുടെ സ്കാനിങ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം. എന്നിട്ട് മുത്തശ്ശി ഇവിടുന്ന് സ്കാനിങ്ങിന് പോയ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ. വിശേഷങ്ങൾ മീൻസ് കാര്യങ്ങളൊക്കെ. മുത്തശ്ശി വെള്ളം കുടിച്ചത്, മുത്തശ്ശി ജീവിതത്തിൽ ഇത്രയും വെള്ളം കുടിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം കഷ്ടിച്ച് 2 ലിറ്ററോടെ വെള്ളം. അതെന്താ ഞാൻ പറയാം ആദ്യം എന്താ ഉണ്ടായത്. മുത്തശ്ശി ഇവിടുന്ന് പോയി, മുത്തശ്ശി ഞാനുമാണല്ലോ പോയത്. അവിടെ എത്തിയിട്ട് മുത്തശ്ശി ഇവിടുന്ന് ഞാൻ പറഞ്ഞു അവിടെ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞു. സ്കാനിങ്ങിന്റെ അവിടെ എന്തായാലും വെള്ളം അവര് വെക്കും, ഗ്ലാസും ഉണ്ടാവും. അപ്പൊ മുത്തശ്ശി അല്ല നമുക്ക് ഏതായാലും 5 ഗ്ലാസ്സല്ലേ വേണ്ടു പ്രസീതേ, നമുക്കൊരു കാര്യം ചെയ്യാം, വെള്ളം ഇവിടുന്ന് ചുക്കുവെള്ളം ബോട്ടിൽ കൊണ്ടുപോവാ പറഞ്ഞു. 1 ലിറ്ററിന്റെ ബോട്ടിലാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയത്. ഒരു സ്റ്റീലിന്റെ ഗ്ലാസും. മുത്തശ്ശിക്ക് ആ ഗ്ലാസ്സാണ് ഇഷ്ടം കൂടുതൽ കുടിക്കാൻ. അപ്പൊ അതൊക്കെ എടുത്ത് കവറിൽ ഞങ്ങള് പോയി അവിടുന്ന് ഒഴിച്ചു കുടിക്കുന്നത്. അവിടുന്ന് മുത്തശ്ശി കുടിച്ചു. മുത്തശ്ശി പറഞ്ഞോടാ 5 ഗ്ലാസ്സായി. എന്താ ഇതിൽ എഴുതിയിട്ടുള്ളത്, നമ്മള് ഈ സ്കാനിങ് ടെസ്റ്റ് ചെയ്യാൻ തരുന്ന ഒരു ഡോക്ടർ. അന്ന് എനിക്ക് സ്കാൻ ചെയ്യാൻ പോയപ്പോഴും തന്നെ 2 ലിറ്റർ കുടിപ്പിച്ചു. സ്ലിപ്പ് ഉണ്ടായിരുന്നു. ആ സ്ലിപ്പിൽ എഴുതിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ 5 ഗ്ലാസ് വെള്ളം. പക്ഷെ 5 ഗ്ലാസ് പോരാ, ഏകദേശം 2 ലിറ്ററെങ്കിലും. എന്നാലേ നമ്മളെ വയറിനുള്ളിൽ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതെ. അപ്പം നമ്മള് അങ്ങനെ ആയാലും കിട്ടുള്ളൂ പറഞ്ഞു. 5 ഗ്ലാസ് കുടിച്ചു മുത്തശ്ശി ഇങ്ങനെ ഇരുന്നു. അപ്പൊ പിന്നെ ഡോക്ടർ ഒന്ന് കേറി നോക്കൂ പിന്നെ മുത്തശ്ശി അതിന്റെ മുന്നേ എന്ത് ചെയ്തു പറഞ്ഞു, ഇവിടുന്ന് ബാത്റൂമിൽ പോയിട്ടാണ് പോയത്. അതുകൊണ്ട് മൂത്രം ഉണ്ടായില്ല. കുടിക്കുന്നത് സാപ്പ മൂത്രമൊഴിക്കാൻ പാടില്ല എഴുതിയിട്ടുണ്ട്. മൂത്രമൊഴിച്ച് പോയി പ്രശ്നമില്ലല്ലോ. അവര് വിചാരിച്ചിട്ടാ മൂത്രമൊഴിച്ച് പോയി. പിന്നെ അവര് ചോദിക്കേണ്ടി വെള്ളമൊക്കെ കുടിച്ച് മൂത്രമൊഴിക്കാൻ പോകണം തോന്നുന്നു, പോകാൻ തോന്നുന്നു. അപ്പൊ പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാ പക്ഷെ മൂത്രം ടെസ്റ്റ് ചെയ്യില്ലല്ലോ, യൂറിൻ ടെസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, യൂറിൻ വരുന്നുണ്ടോ ചോദിക്കണം അവരല്ലേ. എന്താന്ന് വെച്ചാൽ അപ്പോഴെത്ര ശരിക്കും അതെ, അവർക്ക് സ്കാൻ ചെയ്യാൻ കിട്ടണമെങ്കിൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നണം. അങ്ങനെയാണ് സംഭവം. എന്നിട്ട് പിന്നെ ആ 5 ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞപ്പോ മുത്തശ്ശീനെ ഉള്ളിലേക്ക് വിളിച്ചു. ഞാൻ എനിക്ക് പുറത്തിരിക്കാനല്ലേ പറ്റുള്ളൂ. മുത്തശ്ശി ഉള്ളിൽ കയറിയിട്ട് അപ്പോഴും കുറച്ച് സമയം ആയിട്ടില്ല എത്ര പ്രസീതേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മുത്തശ്ശിനെ, അമ്മ ഞാൻ പറഞ്ഞില്ലേ 2 ലിറ്ററേലും വേണം. എന്താ വെച്ചാൽ ഞാൻ സ്കാനിങ് ചെയ്തപ്പോ എനിക്ക് 2 ലിറ്റർ വെള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വെള്ളമെല്ലാം കുടിക്കൊണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല, വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ പിന്നെയും മുത്തശ്ശി കുടിക്കായിരുന്നു. മുത്തശ്ശി പറഞ്ഞു അയ്യോ ഇനി കുടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഛർദിക്കാൻ വരും. ഛർദിക്കാനാ വരിക. കൊറേ വെള്ളം കുടിച്ചു കയറ്റുമ്പോ എന്തോ ഒരു ഇതാവും. അപ്പൊ അങ്ങനെ 2 ലിറ്റർ മുത്തശ്ശി കുടിച്ചു. എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടായില്ലായിരുന്നു. കുടിക്കണ്ട വന്നോളൂ. പിന്നെ ഒന്നുകൂടെ കേറി, അപ്പോഴും ആയിട്ടില്ല. അപ്പോഴും ഇല്ലേ, പിന്നെ രണ്ടാമത് കേറിയിട്ട് ഒരു പ്രാവശ്യം കൂടെ പോന്നു. മൂന്നാമതാണേ. അല്ലല്ല, രണ്ടാമത് പോയി 2 പ്രാവശ്യം. അല്ലട്ടോ, 3. അത് വേറൊരാള് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതാവും 2 പ്രാവശ്യം. പിന്നെ നോക്കിയപ്പോ റെഡിയായി. എന്തായാലും നമ്മളെ സ്കാനിങ് റിപ്പോർട്ട്. അപ്പൊ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായത്. എന്നിട്ട് ബാക്കി 1 ലിറ്റർ വെള്ളം അവിടുന്ന് കുടിച്ചത്, അവിടുത്തെ വെള്ളം കുടിച്ചത്. അത് മറ്റേ പച്ചവെള്ളല്ലേ, പ്യൂരിറ്റി പോലത്തെ. അതെ. അല്ലെ ഒരു കുപ്പിയുടെ നമുക്ക് കയ്യിൽ വെക്കായിരുന്നു അല്ലേ. 5 ഗ്ലാസ്സിലുള്ളതിന് 1 ലിറ്റർ കൊണ്ടുപോയില്ലേ സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കുടിച്ചൊക്കെ റെഡിയായി. പിന്നെ സ്കാനിങ് റിപ്പോർട്ട് ഇതാണ്. സ്കാനിങ് റിപ്പോർട്ട് ഇതാണ്. മുത്തശ്ശിക്ക് എന്തായാലും അതൊരു മുത്തശ്ശി പറയാ, എന്തായാലും ഞാൻ എന്നും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണാണല്ലോ, കുഴപ്പമില്ലാന്ന് കേട്ടപ്പോ സന്തോഷായി. അപ്പൊ
അങ്ങനെ ഉണ്ടായത്. പിന്നെ മുത്തശ്ശിക്ക് എന്താണെന്ന് പറയാനുള്ളത് വെച്ചാല് മുത്തശ്ശിക്ക് ഇപ്പൊ ഈ ഡോക്ടറെ കാണലും വരവും പിന്നെ സ്കാൻ ചെയ്യല് പിന്നെ അതിന്റെ നല്ല തിരക്കാണ് ഇപ്പൊ. എടുക്കാണ്ടായിരുന്നു, രക്തം ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പൊ അങ്ങനെ ഓരോ തിരക്ക് കാരണം മുത്തശ്ശിക്ക് ഇപ്പൊ കമന്റ് കൊടുക്കാൻ കുറച്ച് വൈകി പോയി. എന്നാലും മുത്തശ്ശി കഴിയുന്നവരെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒന്ന് ക്ഷമിക്കണേ. അതെ, പിന്നെ ഞാനും കാണലുണ്ട് മുത്തശ്ശിയുടെ കമന്റ്സിലൊക്കെ എല്ലാവരുടെയും സ്നേഹം. എല്ലാരും പ്രാർത്ഥന ഉണ്ടാവും മുത്തശ്ശിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും മുത്തശ്ശി മക്കളെ പ്രാർത്ഥന മുത്തശ്ശിക്ക് വലിച്ചിട്ടോ, കാര്യമായിട്ട് അസുഖമൊന്നുമില്ല. രക്തം ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞ വെച്ചാല് പിന്നെ രക്തം ടെസ്റ്റ് അതിലൊന്നിലും കുഴപ്പം കാണാനില്ല. ഒരു കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ പറഞ്ഞു ഇനി വേരയുടെ ഇട്ടുണ്ടോന്ന് അറിയില്ല, 2 ദിവസം വേരയുടെ മരുന്ന് കുടിക്കാൻ. അതൊക്കെയുണ്ടോ സംശയം? എന്താ അറിയോ, നമ്മളിപ്പോ രാവിലത്തെ ഭക്ഷണം, നമ്മളിപ്പോ രാവിലെ ഒരു തവണ ബാത്റൂമിൽ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മള് രാവിലത്തെ ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ബാത്റൂം പോവാൻ തോന്നും. അത് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചതൊക്കെ പോണ പോലെ തോന്നും. പിന്നെ ഉച്ചക്ക് കഴിഞ്ഞാ പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും കുറച്ച് കഴിഞ്ഞാൽ പോന്നു. അതെ, അപ്പൊ എന്നാ കൂടുതൽ വരെ ഇന്ത്യയിലാവുന്നുണ്ടാവും. അതാ എനിക്ക് തോന്നുന്നു. അത് ബ്ലഡിലാണോ? പക്ഷെ എന്ത് എന്റെ എന്നിട്ട് കൊറേ മുത്തശ്ശി വരെ 48 കിലോ ഉണ്ടായിരുന്നതാണ്. ഒരു കൊല്ലായിട്ട് 40 ഒതുങ്ങി നിക്കണത്. നമുക്ക് കൂട്ടി കൊണ്ടിടാം. നമ്മുടെ അടുത്ത് ചെറിയ പൊടിക്കൈയൊക്കെ ഉണ്ട്. HB കുറവാണായിരുന്നു അതിന്റെ ഇടയില്. HB ഒക്കെ അതുകൊണ്ടുണ്ട്, പാലും കുടിക്കുന്നുണ്ട്. അമ്മ കൊഴുപ്പുള്ള അധികം കഴിക്കരുത്. അന്ന് തടിയുള്ള സമയമാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പാല് ഉപേക്ഷിച്ചിരുന്നു. ഇപ്പൊ അധികം പാല് വാങ്ങി കുടിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട് അത്ര അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാല് കൊഴുപ്പുള്ളൊന്നും കഴിക്കുന്നത്. ഇപ്പൊ അത് നോർമലാ. ഇപ്പൊ പിന്നെ എന്തായാലും ഇപ്പൊ അധികം തടിയൊന്നുമില്ലല്ലോ. എന്തായാലും പാല് കുടിക്കാൻ നല്ല ഇഷ്ടമാണ്. വാങ്ങി കുടിക്കേണ്ട. HB ഇപ്പൊ കുറവില്ല. അതെ, പിന്നെ ഏതൊക്കെ നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്തത് റിപ്പോർട്ടൊക്കെ? ബ്ലഡിലെല്ലാം ബ്ലഡെല്ലാം ESR പിന്നെ സംഭവം കഴിയും. നമ്മളൊന്ന് സ്കാനിങ് റിപ്പോർട്ടാണ് ഉറക്കല്ല. ഞാൻ ഡോക്ടർ ഏത് ഡോക്ടർമാരോട് പറഞ്ഞത് അതിനൊരു പ്രതിവിധി കുടിച്ച് കാരണം മരുന്നൊക്കെ തരുന്ന ഗുളിക കഴിക്കുന്നാലും മുത്തശ്ശിക്ക് 2 നേരത്തെ ഉറക്കേ ഉള്ളൂ. അത് ജന്മനുള്ള പോലെയാണ്. എന്താ വെച്ചാൽ ചെറുപ്പം ചൊട്ടയെ ശീലം ചുള്ളവരെ പറയാം. ആ മാതിരിക്ക് ചെറുപ്പത്തിലേ ഉള്ളതാണ് നേരത്തെ നീക്കല്, ഉറക്കല്ലായ. ആ മാതിരി ഇപ്പോഴും അങ്ങനെ പോണു. അതാവും വിചാരിക്കുന്നു. അസുഖമൊന്നുമില്ല. അതേതായാലും മക്കൾക്ക് സമാധാനമായില്ലോ. അതെ അതെ അതെ, കാരണം കൊറേ സ്നേഹാന്വേഷണം വന്നിരുന്നു മുത്തശ്ശിക്ക്. മറുപടി മുത്തശ്ശി ഇന്നത്തെ ഒരു വീഡിയോയിലായിട്ട് നമ്മള് സ്വസ്ഥായിട്ട് ഇരുന്നിട്ട് സ്കാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചിരുന്നായിരുന്നു. അതെ, അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാല് ഒന്ന് നമ്മള് സ്കാനിങ് ചെയ്തു. അതില് പിന്നെ എക്സ്റേ ഉണ്ടായിരുന്നു അല്ലേ? ചെസ്റ്റിന്റെ എക്സ്റേ എടുത്തു. അതിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ അതാണ് എക്സ്റേ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇവിടെയുള്ള ഡോക്ടറോട് ഞാൻ പറഞ്ഞു മുമ്പേ ഇയർ ബാലൻസിന്റെ ഉണ്ടായിരുന്നു. അന്ന് തലവിന് അപ്പൊ ഉറക്കമില്ലാണ്ടാണ് തലവിന് അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പൊ അന്ന് ഇയർ ബാലൻസ് അതിന് മരുന്ന് കഴിച്ചു. പിന്നെ വലിയ ഒന്നും ഉണ്ടായിട്ടില്ല. ഇയർ ബാലൻസിന്റെ അതിന്റെ പ്രശ്നമൊന്നുമില്ല. ഈ ഉറക്കം കുറയുമ്പോഴും ഭക്ഷണം കറക്റ്റ് സമയത്ത് തന്നെ 2-3 ദോശയൊക്കെ രാവിലെ കഴിക്കും. സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മളെ പോലെയല്ല, നമ്മളാണ് വൈകുന്നത്. അല്ലേ പ്രായമായ ചിലവർക്ക് ഉറക്കം കുറയും. അതാണ് വിചാരിക്കുന്നത്. ഞങ്ങളൊക്കെ ആരെങ്കിലും കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോ അവരെന്താ പറയാ, നിങ്ങൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചാൽ തടി കുറയും. അപ്പൊ ഇനി മുത്തശ്ശി കറക്റ്റ് സമയത്ത് കഴിക്കൊണ്ടാണോ തടി? അപ്പൊ ഞങ്ങളെ പോലെ എന്നാലും മുത്തശ്ശി സമയമൊക്കെ മാറ്റിക്കോളൂ. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. അപ്പൊ ചിലപ്പോ വല്ല അസുഖങ്ങളൊക്കെ വന്നാലേ പണി ചെയ്യും. പിന്നെന്താ റിപ്പോർട്ടുള്ളത്? ഇത്ര തന്നെയല്ലോ. വേണം കഴിക്കാൻ തോന്നിയാ പിന്നെ മുത്തശ്ശി യാതൊന്നും നോക്കാറില്ല. കഴിക്കും, ചെയ്യാറുണ്ട്. വേറെ ഒന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ അല്ലേ? പിന്നെ നമ്മള് വിറ്റാമിൻ ഡിയുടെ കുറച്ചൊരു കുറവ്. ഞങ്ങൾക്കൊക്കെ 10, ഇക്ക് അച്ഛനും 10, മുത്തശ്ശിക്ക് 15, അമ്മയ്ക്ക് 10ലും താഴെയാണ് വൈറ്റമിൻ ഡി. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഇപ്പൊ വീട്ടിലിപ്പോ നമ്മൾ ഇത്രയും ആൾക്കാർ കഴിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ കുറവാണ്. അപ്പൊ പറയാ വെയില് കൊള്ളണില്ലേ, നാട്ടിലല്ലേ? ആ ചേച്ചി നാട്ടിലല്ല, ദൂരെ അവിടെയാണ്, ബാംഗ്ലൂർ അവിടെ. അപ്പൊ അവിടെയൊക്കെ ഫ്ലാറ്റ് അല്ലേ, നമ്മളവിടെ ഇപ്പൊ വീടിന്റെ അതന്നെ എനിക്ക് മനസ്സിലാത്ത. കാരണം സൺലൈറ്റ് ഒന്നും കുറച്ചേ കിട്ടുള്ളൂ. അതൊന്നും എത്രയോ പെർസെന്റേജ് ഒക്കെ കിട്ടണുള്ളൂ. പിന്നെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തു?
തൈറോയിഡ് മുത്തശ്ശിയുടെ അതും ചെയ്തു. എല്ലാം ചെയ്തു. അതൊന്നും കുഴപ്പമില്ല. ഒക്കെ ഇവിടെ തന്നെ നമ്മള് ചെയ്ത അമ്മൂസിനെ ചെയ്ത തൈറോയിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു അല്ലേ? ഒന്നിലും കുഴപ്പമില്ല. ഈ ഗുളിക മാത്രല്ലേ വേറെ ഗുളിക അതൊരു 3-4 ദിവസം. അപ്പൊ ചെലപ്പോ കറക്റ്റ് ആയാ ഒന്ന് റെഡി ആവുണ്ടാവുമായിരിക്കും അല്ലേ? പ്രായമായില്ലേ, ചിലപ്പോ തടിയൊന്നും അധികം വരുന്നുണ്ടാവില്ല. നല്ല ക്ഷീണവും ആ ഒരു ബ്ലൗസ് ഒക്കെ കുറച്ച് ടൈറ്റ് ആയിരുന്നു ആദ്യം, ഇപ്പൊ ലൂസായി. ഫിറ്റായ ബ്ലൗസാണ് ഇട്ട് പോയത്. അല്ലാതെ അന്നുള്ള ബ്ലൗസാണ് ഇപ്പോഴുള്ള ബ്ലൗസാണ്. ഞാൻ കുടുക്കി അടുപ്പിച്ചതാണ്. അതെ അതെ, പിന്നെ ലൂസ് ഉള്ളതൊക്കെ ആക്കിയതാണ്. ശരിയാ. അപ്പൊ ഇത് റിസൾട്ട് ഇത് എത്രയാണ് കേട്ടോ, നമ്മള് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ചെയ്യുന്ന കാര്യം ഡോക്ടറോട് പറഞ്ഞു. അതെ അതെ. അപ്പൊ അമ്മയോട് ചോദിച്ചേ എത്ര ആൾക്ക് വരെയൊക്കെ ചെയ്തു കൊടുക്കും? അതെ, 500. ആദ്യമൊക്കെ നമ്മള് ചെയ്തായിരുന്നു, പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല. അതെ അതെ, മുത്തശ്ശിക്കാളും കൂടുതൽ ഇപ്പൊ ഒക്കെയാണ് പ്രശ്നം കാലിന്. അതെ അതെ. ഡോക്ടറെ കണ്ടതിന്റെ റിപ്പോർട്ടും സ്കാൻ ചെയ്തതിന്റെ അല്ല എക്സ്റേ ഇത്രയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് എന്നും നൈറ്റ് പ്രോട്ടീൻ പൗഡറൊക്കെ കലക്കി കുടിക്കണം മുത്തശ്ശി. ഇവിടെ ഏതായാലും ബാക്കി കുറച്ചുണ്ടേനും, പിന്നെ നമുക്ക് അല്ലാത്തത് നമുക്ക് പൊടിക്കും കുടിച്ചാ മതിയല്ലോ. അപ്പൊ മുത്തശ്ശിക്ക് എന്തായാലും എല്ലാരും പ്രാർത്ഥനയുള്ളതുകൊണ്ട് അതെ അതെ അതെ, എല്ലാം പിന്നെ ദൈവത്തിന്റെ ഒരു ഇതും. അതെ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ദൈവം പിന്നെ നമ്മളിപ്പം എപ്പോഴും ചെറുപ്പം മുതലേ ഉണ്ട്. ദൈവത്തിനെ കാണാൻ പോവാഞ്ഞാലും വയ്യ. ഒരു ദിവസം 2 ദിവസം എന്നുവെച്ചാ അമ്മായി ഒന്നും കൂടെ ഉണ്ടായില്ലല്ലോ. എന്തോ കാരണത്തിന് കുറച്ച് നേരം വഴി ചെന്ന നേരം ആകുമ്പോഴൊക്കെ അടക്കാറായിണ്ടാവും. ഒരു ദിവസം പോവാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളത് പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്നതും അല്ലെങ്കിൽ നമുക്ക് അനുഭവത്തിൽ വരുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് നമ്മളെ പരിചയം ഇല്ലാത്തവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതെ ഒരു ഭാഗ്യാണ്. അതെ, അത് മുത്തശ്ശിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യാണ്. അതെ അതെ, കാരണം നമ്മൾ വേറൊരാളുടെ പ്രാർത്ഥനയിൽ നമ്മളും കൂടെ ഉണ്ട് എന്ന് കേൾക്കുമ്പോ സന്തോഷാണ്. അതിനൊന്നും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് അല്ലെ മുത്തശ്ശി നമുക്ക്. അതെ, പിന്നെ നമ്മളുടെ കുടുംബത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കമന്റും ഒക്കെ കാണുന്ന ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മള് ഇത്രയും നല്ല ഫാമിലിയാണ്, നല്ല രസമാണ് നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ കമന്റ് ഒക്കെ വായിക്കാൻ എന്ത് രസം അറിയോ. അതെ, അതാണ് നമ്മളിപ്പോ മുടങ്ങാതെ വീഡിയോ ഇടാനുള്ള നിങ്ങളാണ് നമ്മുടെ പ്രചോദനവും. അതെ അതെ. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. സ്കാനിങ്ങിലും റിപ്പോർട്ടിലൊന്നും അധികം ഒരു പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഗുളിക മാത്രമേ ഇപ്പൊ കഴിക്കണുള്ളൂ. അതെ അതെ. അപ്പൊ ഇനി നമ്മള് നാളെ വേറൊരു കഥയായിട്ട് വരാം. അമ്മയുടെയും മുത്തശ്ശിയുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായ ഒരു 2-3 കഥയായിട്ട് വരാം. പിന്നെ മാളു അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോ ആൽബം കൊണ്ടതുണ്ടായിരുന്നു. അപ്പൊ മാളു അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എന്തൊക്കെയോ അമ്മുച്ചിട്ട എന്നെ അങ്ങനെ എടുത്ത് നടന്നതുണ്ട്, ഇതില് ഇങ്ങനെ എടുത്ത് നടന്നതുണ്ട്. അപ്പൊ ഞാൻ മാളിനോട് പറയാം, ഇപ്പൊ കണ്ടില്ലേ മാളു, ഞാൻ വെറുതെ പറയലെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു. മാളൊരു തെളിവായിട്ടത് അമ്മ പറയൂ അവരോട് ഇങ്ങനെ ഞാൻ എത്ര അടുത്ത് നടന്നതാ, അങ്ങനെ കടത്തി ഉറക്കിയിട്ടുണ്ട്, കാലിൽ ഇങ്ങനെ കടത്തി ഉറക്കിയിട്ടുണ്ട്. അമ്മച്ചിട്ട് വെറുതെ പറയണ അപ്പൊ ഏതായാലും തെളിവ് മാളൂന് കിട്ടി. അമ്മ ചോദിക്കും ചെയ്തു. അതെ അതെ, എല്ലാരും ഒന്ന് കാണിക്കും ചെയ്യാം. ഇന്ന് ആൽബം എന്ന് പറഞ്ഞപ്പോ കുഞ്ഞാവ് പറയണ ഇറ്റില്ല അങ്ങത്തെ ഇറ്റില്ലേന്ന്. എല്ലാം മുത്തശ്ശി മാളുവിന്റെ ചെറിയ ഓരോ വളർച്ചയിലും എടുത്തിട്ടുള്ള ഒരു ആൽബമായിരുന്നു. അതിവിടെ ഉണ്ടായിരുന്നില്ല, അടൂരായിരുന്നു. അത് വന്നപ്പോ കൊണ്ടുവന്നു പറഞ്ഞു. എന്തായാലും അത് നമുക്ക് നാളെ കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ.